ശ്രീനാരായണ ഗുരുവിനെ കമ്മ്യൂണിസ്റ്റാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നതെന്ന് ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി. മുഖ്യമന്ത്രി എന്ന നിലയിൽ പറയേണ്ട കാര്യങ്ങളല്ല പിണറായി വിജയൻ പറയുന്നത്. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് സത്യവിരുദ്ധവും യുക്തിവിരുദ്ധവുമായ കാര്യമെന്നും വത്സൻ തില്ലങ്കേരി പറഞ്ഞു. മാതൃഭൂമിയിൽ ശ്രീ എം.എ. ബേബി ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് എഴുതിയ ഒരു വലിയ നെടുങ്കൽ ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ നാരായണ ഗുരുവിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ദർശനത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണത്തെക്കുറിച്ചല്ല പറയുന്നത്. അതിൽ 50 സ്ഥലത്ത് RSS BJPയെ കുറിച്ചാണ് പറയുന്നത്. സംഘപരിവാറിനെ കുറിച്ചാണ് അതിൽ വിശദീകരിക്കുന്നത്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തെയാണ് അതിൽ ഭത്സിക്കുന്നത്, ആക്ഷേപിക്കുന്നത്. അപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനെ കമ്മ്യൂണിസ്റ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അദ്വൈത മതത്തിൻ്റെ അതന്നെ ഭാരതീയ മതങ്ങളുടെ ഹിന്ദു ധർമ്മത്തിൻ്റെ പ്രചാരകരായിരുന്നു അദ്ദേഹം. ഉപനിഷത്തുകളെയാണ് വ്യാഖ്യാനിച്ചത്, അദ്ദേഹം വേദാന്തത്തെയാണ് പ്രചരിപ്പിച്ചത്. അദ്ദേഹം എഴുതിയ എല്ലാ കൃതികളിലും പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാരായണ ഗുരുവിനെ ആക്ഷേപിക്കാൻ, അവമാനിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ആദരിക്കുന്ന വേദികളിൽ പോലും ചെന്നുകൊണ്ട് ഇടതുപക്ഷക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ടാണ് പിണറായി വിജയൻ നടത്തിയ പ്രചരണത്തെ കാണേണ്ടത്. മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് തൊട്ടുപുറകെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. വത്സൻ തില്ലങ്കേരി കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ പറയേണ്ടത്? അതിന് വിരുദ്ധമായി ഇത്തരത്തിൽ പറയുന്നത് ഗുരുദേവനെ കമ്മ്യൂണിസ്റ്റ് ആക്കാനുള്ള നീക്കം എന്നുള്ള ആരോപണവും അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ. രോഹിണി, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ഉന്നയിച്ചത്. കാരണം മുഖ്യമന്ത്രിയുടെ ഓരോ വാക്കുകളും കൃത്യമായി ഖണ്ഡിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. മുഖ്യമന്ത്രി എന്ന നിലയിൽ പറയേണ്ട കാര്യങ്ങളല്ല പിണറായി വിജയൻ പറയുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ശങ്കരന്റെ മതം തന്നെയാണ് എന്റെ മതം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. ശ്രീനാരായണ ഗുരുവിനെ കമ്മ്യൂണിസ്റ്റ് ആക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ CPM-കാർ നടത്തുന്നതെന്ന വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. മാത്രമല്ല, മുഖ്യമന്ത്രി പറയുന്നത് സത്യവിരുദ്ധവും യുക്തിവിരുദ്ധവുമായ കാര്യങ്ങളാണ്. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ പ്രചാരകനായിരുന്നു, ഹിന്ദു ധർമ്മത്തിന്റെ പ്രചാരകനായിരുന്നു. അദ്ദേഹം ഉപനിഷത്തുകളെയാണ് വ്യാഖ്യാനിച്ചത്, മാത്രമല്ല വേദാന്തങ്ങളാണ് പ്രചരിപ്പിച്ചത്. എന്നാൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുവിനെ കമ്മ്യൂണിസ്റ്റാക്കി വരുത്താനുള്ള ഒരു ശ്രമം CPM-ന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ശ്രീനാരായണ ഗുരു എഴുതിയ കൃതികളിൽ തന്നെ അദ്ദേഹത്തിന്റെ മതമേതാണ്, അദ്ദേഹം പിന്തുടരുന്ന പാത ഏതാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ശ്രീനാരായണ ഗുരുവിനെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ ആദരിക്കുന്ന വേദികളിൽ പോലും ചെന്നുകൊണ്ട് ഇടതുപക്ഷക്കാർ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന രൂക്ഷ വിമർശനം കൂടി അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.